മറ്റൊരു ഗംഭീര ദൃശ്യം കൂടി കാണിച്ചു തരണം. എനിക്കറിയില്ല കേരളത്തിൽ മറ്റേതെങ്കിലും സിറ്റിയിൽ ഇത്തരത്തിലൊരു സൗകര്യമുണ്ടോ എന്ന്. KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ഇത്തരത്തിലൊരു മത്സ്യസമ്പത്ത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വെള്ളത്തിൽ, ഇത്രയും മലിനമായ വെള്ളത്തിൽ ഈ മത്സ്യം എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല, പക്ഷേ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. നിറയെ കുഞ്ഞു മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങളൊക്കെ ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ വെള്ളക്കെട്ടിലാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇത്രയും മലിനമായി ഈ വെള്ളക്കെട്ടിന് മുകളിലാണ് ഈ സ്ഥലത്തെ കടകൾ നിൽക്കുന്നത്. ഈ ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്, വെള്ളം വാങ്ങി കുടിക്കുന്നത്. ഇതെല്ലാം ഈ കടകൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് പരിശോധിക്കുക. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ദയനീയാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് കാഴ്ച. ഈ ഭാഗത്താണ് ഇപ്പോൾ ജനങ്ങൾ കുടിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത്. ഇപ്പോൾ അല്പസമയം ഒരാൾ വന്ന് വെള്ളം കുടിച്ചു പോയതേ ഉള്ളൂ. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സാഹചര്യത്തിൽ എങ്ങനെ വെള്ളം കുടിക്കുമെന്ന്. അത്രയും ദയനീയാവസ്ഥയിലാണ് ഈ സ്ഥലമുള്ളത്. ചേട്ടാ, ഇതെന്താണ് ഈ സാഹചര്യം? നിങ്ങൾ എന്തെങ്കിലും പരാതിപ്പെടാറുണ്ടോ? ഇല്ല, ആർക്കും സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ആളുകൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി എത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിലാണ് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ദൂരദേശങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ബസ് കയറാൻ വേണ്ടി വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് വാഹനം വെച്ച് പോയാൽ പിന്നെ അതിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം, ഈ സ്ലാബ്, നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ വന്നപ്പോഴാണ് ഈ ഭാഗത്ത് മുഴുവൻ സെപ്റ്റിക് ടാങ്ക് മാലിന്യം പോലുള്ള വെള്ളമാണ് കെട്ടിക്കിടക്കുക. ആ വെള്ളം കെട്ടിക്കിടന്നാൽ ഈ സ്ലാബ് ദൃശ്യമാകില്ല. സാധാരണഗതിയിൽ ഒരാൾ വരുമ്പോൾ ഇവിടെ തട്ടിത്തടഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ്, നമ്മളുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഇവിടെ നിന്നും ഈ വെള്ളത്തിലൂടെ നടന്നു വന്ന് ഈ സ്ലാബിൽ തട്ടി വീഴാൻ തുടങ്ങിയത്. അന്ന് നമ്മൾ ഈ കാര്യം വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും കൈക്കൊള്ളാൻ ഇവിടെ കോർപ്പറേഷൻ സാധിച്ചിട്ടില്ല, അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഈ കാണുന്ന കെട്ടിടം, ഈ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനകത്തേക്ക് കയറിയാലും ഇത് തന്നെയാണ് സാഹചര്യം. ഇതിനകത്തുൾപ്പെടെ ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, മഴയില്ലാത്തപ്പോൾ പോലും ഇത്തരത്തിൽ വെള്ളം കെട്ടാനുള്ള കാരണം ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ രണ്ട് വശങ്ങളിലും കായലാണ്. സ്വാഭാവികമായും അത്തരത്തിൽ വേലിയിറക്കവും വേലിയേറ്റവും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കയറും. നോക്കൂ, എത്രയോ ദിവസങ്ങളായി ഇവിടെ മഴ പെയ്തിട്ട്. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം, ഇവിടെയാണ് രാത്രികാലങ്ങളിൽ യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നത്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ളൊരു കാഴ്ചയാണിത്. ഈ വെള്ളം കെട്ടുന്നത് എന്താണ് ചേട്ടാ? മഴയില്ലാത്തപ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നത് എന്താണ് ഇവിടെ? അറിയത്തില്ല. ഞാൻ ഇടിപ്പുവിടെ അല്ല, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരും. എന്തായാലും സുജ, ഒരു കാര്യത്തിലൊരു സാമ്യമുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ ജീവനക്കാരും പറയുന്നത് അവരിവിടെ ഉള്ളവരല്ല എന്നാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സംസാരിക്കാനുള്ള പേടി കൊണ്ടാണോ എന്താണെന്ന് വ്യക്തമല്ല. വേലിയേറ്റം എന്ന് പറയൂല, അതാ. എന്തെങ്കിലും ഒരു നടപടി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ അടുത്ത കാലത്തെങ്ങാനും? അത് മോട്ടർ വെച്ചിട്ടുണ്ട്, വെള്ളം കയറി വരുന്ന അടിച്ചു കളയാൻ വേണ്ടി. എന്നിട്ടും ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടുന്നുണ്ട്. വെള്ളം അത് അവിടെ ഫ്രണ്ടിലെ മോട്ടർ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഒഴുകി അവിടെ ചെല്ലുന്ന അടിച്ചു കളയും. മീനൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ വെള്ളക്കെട്ടില്ലേ? മീന് ഇപ്പോൾ കാണുന്നാണല്ലോ ഏറ്റവും കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. സുജ, ഇതാണ് ഈ വേലിയേറ്റവും വേലിയിറക്കവുമാണ് ഇത്തരത്തിൽ ബാധിക്കുന്നത്. ഇവർ പറഞ്ഞ ആ പമ്പ്, ഈ വെള്ളം കയറുമ്പോൾ അത് അടിച്ചു കളയാനുള്ള പമ്പ്, അതുകൂടി ഒന്ന് കാണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥ കൂടി നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. ഈ പമ്പ് സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാർ കാത്തിരിക്കുന്ന, ഈ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്താണ്. ഈ കാണുന്നതാണ് ആ പമ്പ് എന്ന് പറയുന്നത്. ഈ പമ്പ് വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, ഈ വെള്ളം കെട്ടുണ്ടാകുമ്പോൾ ഈ വെള്ളം ഇവിടെ നിന്നും പമ്പ് ചെയ്ത് അടുത്തുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത ദൃശ്യം ഒന്ന് സൂം ചെയ്താൽ കാണാം. നിറയെ പ്ലാസ്റ്റിക് മാലിന്യം, ഈച്ചകൾ, കൊതുകുകൾ, ഇതൊക്കെ കെട്ടിക്കിടക്കുന്ന നിലയിലാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന സൗകര്യത്തിൻ്റെ പോലും സാഹചര്യമുള്ളത്.